മൂവിയുടെ ആരംഭത്തിൽ തന്നെ ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂൾ ആണ് കാണിക്കുന്നത്. ഇതാണ് ബ്രീ. ഇവള് സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവളുടെ കയ്യില് എന്തോ പൊള്ളിയതുപോലെയുള്ള ഒരു പാടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവളൊരു ഡയബറ്റിക്സ് പേഷ്യന്റും കൂടിയാണ്. ഇത് ഈ പൂളിൽ വർക്ക് ചെയ്യുന്ന ക്ലാര. ക്ലീനിങ് മറ്റുമൊക്കെയാണ് പുള്ളിക്കാരിയുടെ പണി. പൂളിൽ നിന്നും കളഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബാഗ് ഉണ്ട്. അതിനുള്ളിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും, അതായത് ഈ പൈസയോ അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. ഈ പരിപാടി കണ്ടുകൊണ്ട് വന്ന പൂളിന്റെ മാനേജർ പുള്ളിക്കാരിനെ വഴക്ക് പറയുകയാണ്. ഈ ക്ലാരയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. പുള്ളിക്കാരി ഈ അടുത്തിടയ്ക്കാണ് ജയിലിൽ നിന്നും റിലീസായത്. ഇവിടെ ബ്രീയുടെ ഒപ്പം അവളുടെ സിസ്റ്റർ ജോണയും കൂടെ ജോയിൻ ചെയ്യുന്നു. ജോണ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ 3-4 മാസമായിട്ട് അവൾ നല്ല കുട്ടിയാണ്. ജോണ ചെറിയ മൂഡ് ഔട്ടിലാണെന്ന് മനസ്സിലാക്കിയ ബ്രീ അവളെ ഒരു റേസിന് ക്ഷണിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു. എന്നാൽ ഈ സമയം പൂൾ ഉടനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നാളെ ഹോളിഡേ ആയതുകൊണ്ട് നാളെയും ക്ലോസ്ഡ് ആയിരിക്കും, എല്ലാവരും ദയവായി പുറത്തു പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാനേജർ അതിലേ വരുന്നു. ഈ മാനേജർ ഇങ്ങനെ പറഞ്ഞത് ചേച്ചിക്കും അനിയത്തിക്കും അത്ര പിടിച്ചില്ല. കാരണം 7 മണി വരെയുള്ള പൂളാണ് 5 മണി ആയപ്പോഴേക്കും ഇയാൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. മാനേജറിനെ കണ്ണിൽ കണ്ട ചീത്തയെല്ലാം പറഞ്ഞുകൊണ്ട് ഇവർ പൂളിൽ നിന്നും കയറി തോർത്തുന്നു. വീട്ടിലേക്ക് തിരികെ പോകുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രീ അവളുടെ എൻഗേജ്മെന്റ് റിംഗ് മിസ്സാണെന്ന സത്യം മനസ്സിലാക്കിയത്. ബ്രീ ഡേവിഡുമായിട്ട് എൻഗേജ്മെന്റ് നടത്തിയ കാര്യം ജോൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബ്രീ അവളോട് അത് തുറന്നു പറയുന്നു. ബ്രീ അവളുടെ റിങ് ബാഗിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നെല്ലാം പറഞ്ഞ് അവിടെയെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പൂളിനുള്ളിലെ മെറ്റൽ ഗ്രില്ലിൽ ഒരു റിങ് കിടക്കുന്നതായിട്ട് ജോണ കാണുന്നു. ബ്രീ ആ മോതിരം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പൂളിലേക്ക് ചാടുന്നു. പക്ഷെ ആ മോതിരം മെറ്റൽ ഗ്രില്ലിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ബ്രീ എത്ര ശ്രമിച്ചിട്ടും അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് ജോണയും ആ പൂളിലേക്ക് ചാടുന്നു.